നമസ്കാരം കൂട്ടുകാരെ. അഖിൽ പോളും മനസ്കാനും ചേർന്ന് എഴുതി സംവിധാനം ചെയ്ത് ടൊവിനോയും തൃഷയും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ഐഡന്റിറ്റി എന്ന 2025 പുറത്തിറങ്ങിയ ചലച്ചിത്രം തിയേറ്ററിൽ നിന്ന് തന്നെ മികച്ച അഭിപ്രായവും വിജയവും നേടിയ ചലച്ചിത്രം നിലവിലിപ്പോൾ OTT-യിൽ എത്തിയിട്ടുണ്ട്. C5-ലാണ് ചിത്രം സ്ട്രീം ചെയ്യപ്പെടുന്നത്. കാണാൻ താല്പര്യമുള്ളവർ അവിടെ നിന്നും ചലച്ചിത്രം കണ്ടാസ്വദിക്കുമല്ലോ. സിനിമയുടെ ചെറിയൊരു കഥാസംഗ്രഹം നമുക്ക് കേട്ടുനോക്കിയാലോ. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥയെ ആരംഭിക്കുന്നത് ഹരൻ എന്ന പയ്യനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. കുട്ടിക്കാലത്തെ വളരെയധികം മികവുള്ള കഴിവുകളുള്ള കുട്ടിയായിരുന്നു അവൻ. ഹരന്റെ അമ്മ സുമതി ഒരു അപകടം പറ്റി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഹരന്റെ ചെറുപ്പകാലം തന്നെ വലിയൊരു കഥയായിരുന്നു. ഹരന്റെ അമ്മ സുമതി പോലീസിൽ സ്കെച്ച് ആർട്ടിസ്റ്റ് ആയിരുന്നു. പോലീസുകാരൻ തന്നെയായ പ്രതാപിനെയായിരുന്നു വിവാഹം കഴിച്ചിരുന്നത്. പ്രതാപാകട്ടെ ഒരുപാട് മദ്യപിക്കുന്ന ക്രൂരനായ വ്യക്തിയും. സുമതിയെ ഒരുപാട് അയാൾ ഉപദ്രവിച്ചിരുന്നു. ഒടുവിൽ 10 കൊല്ലത്തെ ദാമ്പത്യ ജീവിതത്തിനു ശേഷം സുമതി വിവാഹമോചനം നേടി. പക്ഷേ കോടതി വിധിയിൽ മകനായ ഹരനെ പ്രതാപ് കൊണ്ടുപോയി. മകൾ ദേവിക സുമതിക്കൊപ്പവുമായി. ആ ഒരു ഷോക്കിൽ നിന്നും കരകയറുവാൻ ദേവികയ്ക്ക് കുറച്ചധികം സമയമെടുത്തിരുന്നു. പിന്നീടായിരുന്നു ദേവിക മറ്റൊരു വിവാഹം കഴിക്കുന്നത്. ആ ബന്ധത്തിൽ സുമതിക്കൊരു പെൺകുട്ടി ജനിച്ചു. നീരജ എന്നായിരുന്നു അവളുടെ പേര്. അങ്ങനിരിക്കെ അമിത മദ്യപാനം കാരണം പ്രതാപ് മരണപ്പെട്ടു. അതോടെ ഹരന്റെ കസ്റ്റഡി വീണ്ടും സുമതിക്ക് വന്നുചേരും എന്ന ഘട്ടമെത്തി. സുമതിയേറെ സന്തോഷത്തിലായിരുന്നു. പക്ഷേ അപ്പോഴായിരുന്നു സുമതിക്ക് അപകടം പറ്റുന്നതും ആശുപത്രിയിലാവുന്നതും. നിലവിൽ അപകടം പറ്റി മോശാവസ്ഥയിലായ സുമതിയെ ട്രീറ്റ് ചെയ്യുന്നത് ഹരന്റെ തന്നെ അമ്മാവനായ സുദർശനാണ്. സുദർശൻ ഒരു ഡോക്ടറായിരുന്നു. പക്ഷേ ഇതിനേക്കാളെല്ലാം ഉപരിയായി മറ്റൊരു പ്രധാന കാര്യമുണ്ട്. ക്രൂരനായ പ്രതാപിനൊപ്പം കുറെ കാലം ക്വാർട്ടേഴ്സിൽ ജീവിച്ചതുകൊണ്ട് OCD എന്ന മെന്റൽ ആൻഡ് ബിഹേവിയറൽ ഡിസോർഡർ ഹരന് ബാധിച്ചിരുന്നു. അതായത് എന്തും വൃത്തിയോടെയെ ഓർഗനൈസ്ഡായെ ഹരൻ ചെയ്യൂ, അല്ലാത്തത് അവനെ അസ്വസ്ഥപ്പെടുത്തും. കഥയെ അവിടെ നിന്നും കുറേയധികം വർഷങ്ങൾക്കപ്പുറത്തേക്ക് പോരുന്നു. അമർ ഫെലിക്സ് എന്നൊരു വ്യക്തി ഒരു ക്ലോത്തിംഗ് സ്റ്റോറിൽ എംപ്ലോയി ആയിരുന്നു. വളരെ വിദഗ്ധമായി ആ ക്ലോത്തിംഗ് സ്റ്റോറിൽ വരുന്ന കുറെ പെൺകുട്ടികളുടെ ട്രയൽ റൂം വീഡിയോസ് അയാൾ മൊബൈലിൽ റെക്കോർഡ് ചെയ്തെടുത്തിരുന്നു. അന്നും തന്ത്രപരമായി ക്ലോത്തിംഗ് സ്റ്റോറിലെത്തിയ കുറച്ച് പെൺകുട്ടികളുടെ വീഡിയോ അയാൾ പകർത്തിയെടുത്തു. അവരിലൊരു പെൺകുട്ടി ഫോൺ കൈയോടെ കണ്ടെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതോടെ തന്റെ ഒരു സഹായിയുടെ സഹായത്തോടെ വിദഗ്ധമായി ഫോൺ അവിടെ നിന്ന് കടത്താനും ശേഷം അത് തന്റെ കയ്യിലാക്കാനും അമറിന് സാധിച്ചു. അമർ തന്റെ ഒളിസങ്കേതത്തിലേക്ക് എത്തിച്ചേർന്നു. അത് ഉപേക്ഷിക്കപ്പെട്ട് കിടന്നിരുന്ന കോയമ്പത്തൂരിലെ പഴയൊരു ക്ലോത്ത് ഫാക്ടറി ആയിരുന്നു. അതിനകത്തെ തന്റെ സങ്കേതത്തിൽ ഫോൺ കണക്ട് ചെയ്ത് താൻ ഉദ്ദേശിച്ച പെൺകുട്ടിയുടെ തുണിമാറുന്ന നഗ്നരംഗങ്ങളടങ്ങിയ വീഡിയോ അമർ നോക്കിക്കണ്ടു. ശേഷം അവളുടെ FB പ്രൊഫൈൽ എടുത്ത് ഡീറ്റെയിൽസ് എടുത്തു. സന്ദീപ് എന്ന വ്യക്തിയുമായി അവൾ എൻഗേജ്ഡ് ആവാനിരിക്കുകയാണ് എന്ന വിവരവും അതിലുണ്ടായിരുന്നു. പിന്നാലെ ആ പെൺകുട്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാൻ ഹാക്കറായ നകുൽ എന്ന വ്യക്തിയെ അമർ വിളിക്കുന്നുണ്ട്. പക്ഷേ നകുൽ ഇതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാൻ ആഗ്രഹിച്ചിരുന്നു. അമർ ഫെലിക്സ് പക്ഷെ ഭീഷണിപ്പെടുത്തിയതും നകുലിന് അമറിന്റെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങേണ്ടി വന്നു. ആ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് എടുത്തു കൊടുത്തു. തന്റെ വാനിലിരുന്ന് നകുൽ ഇത് ചെയ്യുമ്പോൾ നകുലിനെ ആരോ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. വിവരങ്ങളൊക്കെ കിട്ടിയതും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പോയ ആ പെൺകുട്ടിയെ അമർ ഫെലിക്സ് ചെന്നു കണ്ടു. നഗ്നരംഗങ്ങളടങ്ങിയ വീഡിയോ കാണിച്ച് ഭീഷണിപ്പെടുത്തി 3 ലക്ഷം പണം ആവശ്യപ്പെട്ടു. ATM-ൽ നിന്ന് ആദ്യ ഗഡുവെന്ന രീതിയിൽ പണമെടുത്ത് കിട്ടിയ ശേഷം അമർ വീണ്ടും തന്റെ സങ്കേതത്തിലേക്ക് തിരികെ എത്തുകയാണ്. പക്ഷെ അപ്പോഴേക്കും അവിടമൊക്കെ അടിച്ചു തകർത്ത് ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ അമറിനെ കടന്നാക്രമിച്ചു. ഒടുവിൽ അമറിനെ ബന്ദിയാക്കി അമറിനൊപ്പം ആ ഇടം തന്നെയും തീയിട്ട് കത്തിച്ച് പുറത്തു കടന്നു. കുറച്ചാഴ്ചകൾക്ക് ശേഷം DYSP ദിനേശനെ കാണാൻ കർണാടക പോലീസിലെ അലൻ ജേക്കബ് വന്നെത്തുകയാണ്. മലയാളി തമിഴ് CI ആയിരുന്ന അലൻ ജേക്കബ് ബാംഗ്ലൂർ പോലീസിൽ വിറ്റ്നസ് സെല്ലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് DYSP ദിനേശന് ചെറിയൊരു പരിചയമുണ്ടായിരുന്നു. നിലവിൽ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായാണ് അലൻ വന്നിരിക്കുന്നതെന്നും ഒരു കൊലപാതകം കണ്ട ദൃക്സാക്ഷി തന്റെ കൂടെയുണ്ടെന്നും ഫോട്ടോഗ്രാഫിക് മെമ്മറിയുള്ള ആ പെൺകുട്ടി പക്ഷേ സംഭവം കണ്ട ശേഷം വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റിന് ഇരയായെന്നും അവൾക്ക് പ്രതിയെ കണ്ടെത്താൻ സാധിക്കുമെന്നും നിലവിൽ മജിസ്ട്രേറ്റിന് മുമ്പിലൊക്കെ ഹാജരാക്കി അവളെ സുരക്ഷിതമായി താമസിപ്പിക്കാൻ ഒരിടം വേണമെന്നും അതിനെ സഹായിക്കാമോ എന്നും അലൻ ജേക്കബ് DYSP ദിനേശിനോട് ചോദിച്ചു. ദിനേശ് അതിന് ഓക്കെ പറഞ്ഞു. ദിനേശ് അതിന് സ്ഥലം കണ്ടെത്തി കൊടുത്തത് താൻ സകുടുംബം താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് ബിൽഡിംഗിലായിരുന്നു. അവിടുത്തെ ഒരു ഫ്ളാറ്റിൽ തന്നെയായിരുന്നു ഹരനും കുടുംബവും താമസിച്ചിരുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഹരനും സഹോദരി ദേവികയും സഹോദരി നീരജയും ഏറെ സന്തോഷത്തോടെയായിരുന്നു അവരുടെ ജീവിതം ആ ഒരു കാലയളവിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവരുടെ നെയ്ബേഴ്സായി 5th ഫ്ലോറിൽ താമസിക്കാനെത്തിയ അലൻ ജേക്കബിനെയും അലൻ ജേക്കബ് തൽക്കാലത്തേക്ക് മറ്റുള്ളവരുടെ അടുത്ത് ആൻ എന്ന പേര് പറഞ്ഞിരിക്കുന്ന കൊലപാതകത്തിന് സാക്ഷിയായ പെൺകുട്ടിയെയും പരിചയപ്പെട്ടു. അലൻ ആനിനെ തന്റെ സഹോദരി എന്ന് പറഞ്ഞായിരുന്നു അവിടെ ഇവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അലൻ ഇല്ലാത്തപ്പോൾ ആനിനെ ടേക്ക് കെയർ ചെയ്യാനും നോക്കുവാനും പ്രൊട്ടക്ട് ചെയ്യാനും അവിടെ ഒരു
ഒരു ലേഡി പോലീസും ഉണ്ടായിരുന്നു. മെറ്റേണിറ്റി ലീവിലായിരുന്ന ഒരു പോലീസുകാരിയാണ് അവർ. അടുത്ത ദിവസം സുദർശൻ അങ്കിളെ കാണുവാൻ ഹരൻ ഫ്ളാറ്റിലേക്ക് ചെന്നു. ഹരൻ വന്നത് കണ്ടതും ഹരനൊപ്പം അവിടെ ഒരു സ്കൂട്ടി മോഷണം പോയിരുന്നു. അതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് നടക്കുന്നുണ്ട്, ഒന്ന് പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് ദിനേശിന്റെ ഫ്ളാറ്റിലേക്ക് ചെന്നു. സ്കൂട്ടി മോഷണം പോയതുമായി ബന്ധപ്പെട്ട് സ്കെച്ച് വരയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ സ്കെച്ച് ആർട്ടിസ്റ്റ് വരയ്ക്കുന്നതൊന്നും ക്ലിയർ അല്ലെന്ന് അവിടെ വന്നു നിന്നതും ഹരന് മനസ്സിലായി. ഹരൻ അതിനെ തന്റെ അറിവ് വെച്ച് ചോദ്യം ചെയ്തതും സ്കെച്ച് ആർട്ടിസ്റ്റ് പെട്ടുപോകുന്നുണ്ട്. പിന്നാലെ യഥാർത്ഥത്തിൽ മോഷണം കണ്ടത് അവിടുത്തെ പെൺകുട്ടിയാണ് എന്ന് ഹരൻ മനസ്സിലാക്കി. ആ കുട്ടിയോട് ചോദിച്ച് ഹരൻ തന്നെ സ്കെച്ച് ചെയ്തു. പണ്ട് പോലീസ് സ്കെച്ച് ആർട്ടിസ്റ്റായ തന്റെ അമ്മയുടെ പക്കൽ നിന്നും ഹരൻ പഠിച്ച വിവരങ്ങൾ വെച്ചിട്ടായിരുന്നു അവൻ സ്കെച്ച് വരച്ചത്. മോഷ്ടിച്ച വ്യക്തിയുടെ ചിത്രം അത്രമേൽ ക്ലിയറായി ഹരന് വരച്ചെടുക്കാൻ കഴിഞ്ഞു. അന്ന് അവിടെ ഉണ്ടായിരുന്ന കർണാടക പോലീസിലെ അലൻ ജേക്കബും അത് കണ്ട് അല്പം അതിശയിക്കുന്നുണ്ട്. അതോടെ ഹരനെ വെച്ച് തന്നെ ആനിന്റെ ഓർമ്മയിലുള്ള കൊലപാതകിയുടെ മുഖം ഒന്ന് വരച്ചു നോക്കിയാലോ എന്ന ചിന്ത അലന് വരുന്നു. അലൻ അതിനുവേണ്ടി ഹരനെ ചെന്ന് കണ്ടു, കാര്യങ്ങൾ സംസാരിച്ചു. ആദ്യം ഹരനൊന്നും മടിച്ചെങ്കിലും പിന്നീട് അലന് കൈകൊടുക്കുകയാണ്. വൈകാതെ ആൻ പറഞ്ഞ രീതിക്ക് ഹരൻ സ്കെച്ച് ചെയ്യാൻ തുടങ്ങി. പക്ഷേ സ്കെച്ച് ചെയ്ത് പകുതിയായതും പെട്ടെന്ന് ഹരൻ വര നിർത്തി. പിന്നെ വരയ്ക്കാമെന്ന് പറഞ്ഞ് ആനിനെ പറഞ്ഞയച്ചു. അലന് കാര്യം മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ആൻ കോൺസ്റ്റബിളിനൊപ്പം പോയി കഴിഞ്ഞതും അലൻ കാര്യം തിരക്കി. ഹരൻ പറഞ്ഞു അവർ പറയുന്നത് തെറ്റാണ്, അവരുടെ ബ്രെയിൻ അവരെ കൺഫ്യൂസ് ചെയ്യിക്കുന്നുണ്ട്. എന്താണ് കാരണമെന്ന് അലൻ ചോദിച്ചപ്പോ അവർ പറഞ്ഞ ഡീറ്റെയിൽസ് വെച്ച് ഹരൻ വരച്ച ചിത്രം ഹരൻ കാണിച്ചു കൊടുത്തു. അത് ഹരന്റെ തന്നെ പൂർത്തിയാകാത്ത ഒരു ചിത്രമായിരുന്നു. താനാണ് പ്രതിയെങ്കിൽ തന്നെ ചൂണ്ടിക്കാണിച്ചാൽ പോരെ, എന്തിനാണ് ഇങ്ങനെ ഒരു ഫോട്ടോ വരപ്പിക്കുന്നത് എന്നായി ഹരന്റെ ചോദ്യം. ഇത് കൃത്യമായും പ്രതികൾക്ക് പറ്റാറുള്ള ഒരു പ്രശ്നമാണെന്നും അമേരിക്കയിൽ നടന്ന ഇതുപോലുള്ള ഒരു പ്രശ്നത്തിന്റെ ഇൻസിഡന്റ് കൃത്യമായി എടുത്തു പറഞ്ഞ് ഹരൻ അലനോട് വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും അവളുടെ ഉള്ളിൽ ആ മുഖമുണ്ടെങ്കിൽ അത് നമുക്ക് വരച്ചെടുക്കാം എന്ന് ഹരൻ അലൻ ഉറപ്പുകൊടുത്തു. പിന്നാലെ അതിനൊരു സജഷൻ ചെയ്തു. കുറ്റകൃത്യം നടന്നിടത്തേക്ക് പോവുക, അവിടെ വെച്ച് ആനിനെ റിലാക്സ് ആക്കി പ്രതിയുടെ മുഖം കൃത്യമായി ഓർത്തെടുക്കാൻ അവളെ കൊണ്ട് ശ്രമിപ്പിക്കുക. വൈകാതെ അലനും മാനും ഹരനും കൂടി കോയമ്പത്തൂരിലെ കൊലപാതകം നടന്ന ഇടത്തേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിക്കാണ് ഹരന് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകുന്നത്. കൊലപാതകം എന്ന് പറയുന്നത് അമർ ഫെലിക്സിന്റെ കൊലപാതകമാണ്. സമുദ്ര സിൽക്സിൽ വെച്ച് കത്തി എരിയപ്പെട്ട് കൊല്ലപ്പെട്ട അമർ ഫെലിക്സിന്റെ കൊലപാതകം. ആ ഒരു നിമിഷത്തിൽ ഹരനൊരു ഞെട്ടലുണ്ടായി. കാരണം അമർ ഫെലിക്സിന്റെ സങ്കേതമടക്കം കത്തിച്ചു നശിപ്പിച്ചു കൊന്നത് ഹരൻ തന്നെയായിരുന്നു. ആ ഒരു സമയത്ത് നടന്ന ഇൻസിഡന്റുകളെ പറ്റി ആൻ വിശദീകരിച്ചപ്പോൾ മാത്രമാണ് അവർ അന്വേഷിച്ചു പോകുന്ന കൊലപാതകത്തിന്റെ വിവരങ്ങൾ ഹരന് കൂടുതൽ വ്യക്തമായത്. വൈകാതെ സമുദ്ര സിൽക്സിലേക്ക് അവർ എത്തിച്ചേർന്നു. അവിടെ വെച്ച് വീണ്ടും മാൻ പറഞ്ഞ പോലെ രേഖാചിത്രം വരയ്ക്കാനായി ഹരൻ ആരംഭിച്ചു. പക്ഷേ ഇത്തവണ മനഃപൂർവ്വം ഹരൻ അതിൽ മിസ്റ്റേക്കുകൾ വരുത്തുന്നുണ്ടായിരുന്നു. ചിത്രം വരച്ചു കഴിഞ്ഞപ്പോ അലന് അതിൽ ചെറിയൊരു സംശയം തോന്നി. അവൾ പറഞ്ഞ ഒരു കാര്യം ചിത്രത്തിലില്ലല്ലോ എന്നലൻ എടുത്തു ചോദിച്ചപ്പോ അതാൻ കൺഫ്യൂസ്ഡ് ആയതാണെന്നും പിന്നീട് തിരുത്തിയെന്നും ഹരൻ പറയുന്നുണ്ട്. അവർ തിരികെ ഫ്ളാറ്റിലേക്ക് എത്തിയപ്പോൾ ഹരന്റെ സഹോദരിമാർ ഹോസ്പിറ്റലിലേക്ക് പോവാൻ ധൃതി പിടിച്ചിറങ്ങുകയായിരുന്നു. ആൻ അവരെ കണ്ടിട്ടും പെട്ടെന്ന് മനസ്സിലാവാതെ നിന്നു. അവളുണ്ടായിരുന്ന സുദർശൻ അത് ശ്രദ്ധിക്കുന്നുണ്ട്. ദേവിക പേരൊക്കെ പറഞ്ഞ ശേഷമായിരുന്നു ആനിന് അവരെ മനസ്സിലായത്. ആനിന്റെ കൂടെ ഉണ്ടായിരുന്ന ഗർഭിണിയായ പോലീസുകാരി പെട്ടെന്ന് ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് ദേവിക അലനെ അറിയിച്ചു. അവർ അങ്ങോട്ടേക്ക് പോയി. തന്റെ ഫ്ളാറ്റിലേക്ക് എത്തിയ ഹരൻ വലിയ കൺഫ്യൂഷനിലായിരുന്നു. താനാണ് കൊന്നതെന്ന് ആൻ അറിയാം, പക്ഷേ ആൻ എന്തുകൊണ്ട് അത് പോലീസിനോട് പറയുന്നില്ല? ആ കാര്യങ്ങൾ അവൻ അറിഞ്ഞേ തീരുമായിരുന്നുള്ളൂ. തന്റെ ഇടത്തിരുന്ന് ഒരു ഡിവൈസ് ഹരൻ ശരിയാക്കിയെടുത്തു. പിന്നാലെ അത് സുദർശന്റെ പൂച്ചയുടെ കഴുത്തിലിട്ട് ആനിന്റെ ഫ്ളാറ്റിലേക്ക് പൂച്ചയെ കയറ്റിവിട്ടു. അതൊരു ജാമറായിരുന്നു. പിന്നാലെ തന്റെ കയ്യിലെ അഡ്വാൻസ്ഡ് ഡിവൈസ് ഉപയോഗിച്ച് ആൻ മാത്രമുള്ള ഫ്ളാറ്റിലേക്ക് പൂട്ട് തുറന്ന് കടന്നു കയറാൻ ഹരൻ ശ്രമിക്കുകയാണ്. ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് വന്ന് ആൻ അത് നോക്കിക്കണ്ടിരുന്നു. ആരോ ഫ്ളാറ്റിലേക്ക് പൂട്ട് തുറന്ന് അതിക്രമിച്ച് കയറാൻ നോക്കുന്നു. ആനുടൻ ഫോൺ എടുത്ത് അലനെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും നെറ്റ്വർക്ക് കവറേജ് ഉണ്ടായിരുന്നില്ല. ഡിവൈസ് ഉപയോഗിച്ച് ഹരൻ ലോക്ക് തുറന്നതും പൂച്ചയെ അന്വേഷിച്ച് സുദർശൻ കയറി വന്നത് അപ്പോഴായിരുന്നു. എന്താ അവിടെയെന്ന് ഹരനോട് സുദർശൻ തിരക്കി. ശബ്ദം കേട്ട് വന്നതാണ് എന്ന് ഹരൻ സുദർശനോട് പറഞ്ഞു. അവരിരുവരും ആന്റെ ഫ്ളാറ്റിന്റെ മുമ്പിലായതുകൊണ്ട് ഡോർ തുറന്നത് കണ്ട് ഫ്ളാറ്റിലേക്ക് കയറി ചെല്ലുകയാണ്. അവർക്കെതിരെ തോക്ക് ചൂണ്ടി ആൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഇരുവരും ഒരു നിമിഷം ഭയപ്പെട്ടു നിന്നു. അപ്പോഴേക്കും അലൻ അങ്ങോട്ടേക്ക് തിരികെ എത്തിയിരുന്നു. അലന് നേരെയും ആൻ തോക്ക് ചൂണ്ടിക്കൊണ്ടിരുന്നു. അലൻ താൻ അലനാണെന്നും കുഴപ്പമൊന്നുമില്ലെന്നും പറഞ്ഞ ശേഷമായിരുന്നു ആൻ സമാധാനപ്പെട്ടതും തോക്ക് താഴ്ത്തിയതും. ആനിന് അവരെയാരെയും തിരിച്ചറിയാൻ അവരാരാണെന്ന് കൃത്യമായി പറയാതെ പറ്റിയിരുന്നില്ല. സുദർശൻ വീണ്ടും അത് നോട്ട് ചെയ്തു. അതിനെപ്പറ്റി സുദർശൻ ചോദ്യം ചെയ്തു. ആനിന് വലിയ പിടുത്തം കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നാലെ സുദർശൻ ഒരു ചെക്കപ്പിനായി രജനീകാന്തിന്റെ ഫോട്ടോ കാണിച്ചു. ഇതാരാണെന്നറിയാമോ എന്ന് തിരക്കി. ഇല്ലെന്നായിരുന്നു ആൻ മറുപടി പറഞ്ഞത്. ആ സമയം ആക്സിഡന്റിന് ശേഷം ആനിന് എന്തോ സീരിയസ് പ്രശ്നമുണ്ടായിട്ടുണ്ട് എന്ന് സുദർശൻ
സുദർശൻ മനസ്സിലാക്കുകയും തുടർ ചികിത്സയ്ക്കായി ആനിനെ നിർദ്ദേശിക്കുകയും ചെയ്തു. വൈകാതെ ആൻ ചികിത്സയ്ക്ക് വിധേയമായി. പരിശോധനയിൽ ആനിന് സംഭവിച്ചിരിക്കുന്നത് പ്രോസോപഗ്നോസിയ അഥവാ ഫേസ് ബ്ലൈൻഡ്നെസ് എന്ന അവസ്ഥയാണ് എന്ന് സുദർശൻ മനസ്സിലാക്കുകയും അതെന്താണെന്ന് വിശദീകരിച്ചു കൊടുക്കാൻ ആരംഭിക്കുകയും ചെയ്തു. മനുഷ്യ മസ്തിഷ്കത്തിന് ആളുകളെ തിരിച്ചറിയുന്നതിന് ഒരു പ്രത്യേക ശേഷി തന്നെയുണ്ട്. തലച്ചോറിലെ ഒരു ഭാഗമാണ് അത് നിർവഹിക്കുന്നത്. ആ ഭാഗത്തിന് ക്ഷതമേറ്റാൽ ഫേസുകൾ തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥ വരും. അതായത് മെറ്റൽ കൂട്ടത്തിനിടയിൽ ഒരാളുടെ കയ്യിൽ കൊടുത്ത മെറ്റൽ ഇട്ട ശേഷം അത് തിരഞ്ഞെടുക്കാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരേപോലെയുള്ള 3 പൂച്ചകൾക്കിടയിൽ നിന്ന് ഒരു പൂച്ചയെ കണ്ടെത്താൻ പറഞ്ഞാലോ മനുഷ്യന് സാധിക്കണമെന്നില്ല. പക്ഷേ മനുഷ്യരുടെ മുഖങ്ങൾ വേഗം തിരിച്ചറിയാൻ പറ്റും. ആ ശേഷിയാണ് ഇപ്പോൾ ആനിനില്ലാതായിരിക്കുന്നത്. അപകടത്തോടെ സംഭവിച്ചതാണത്. അതോടെ ഒരു കാര്യം വ്യക്തമാവുകയായിരുന്നു. അന്ന് കൊലപാതകിയായ ഹരനെ കൊലപാതക സമയത്ത് ആൻ കണ്ടിട്ടുണ്ടെങ്കിലും ഫേസ് ബ്ലൈൻഡ്നെസ് ബാധിച്ചതുകൊണ്ട് പിന്നീട് ഹരനെ കണ്ടപ്പോഴൊന്നും അവൾക്കത് ഹരനാണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടായിരുന്നു പോലീസിന് ഹരനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ആനിന് പറ്റാതെ പോയതും. തന്റെ ഫോട്ടോഗ്രാഫിക് മെമ്മറിയിലുള്ള ഹരന്റെ രൂപം വിശദീകരിക്കുമ്പോൾ അത് കൃത്യമായി പറയാൻ പറ്റുന്നതും. കഥ അവിടെ നിന്നും 4 ആഴ്ച മുമ്പിലേക്ക് പോകുന്നു. ആനിന്റെ യഥാർത്ഥ പേര് അലീഷ അബ്ദുൽ സമദ് എന്നാണ്. ബാംഗ്ലൂരിൽ വലിയൊരു മീഡിയ കമ്പനിയിൽ ന്യൂസ് പ്രസന്ററായി അലീഷ ജോലി നോക്കുകയായിരുന്നു. ആ സമയത്താണ് അലീഷയ്ക്ക് ഹാക്കറായ നകുലിൽ നിന്നും അമറിന്റെ കുറ്റകൃത്യങ്ങളെ പറ്റിയുള്ള അറിവുകൾ ലഭിക്കുന്നത്. അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനും അലീഷ തയ്യാറെടുത്തു. പക്ഷേ റിപ്പോർട്ടൊക്കെയായി തന്റെ മീഡിയ കമ്പനിയിൽ അത് എയർ ചെയ്യാനായി ചെന്നപ്പോഴായിരുന്നു അതിനൊരു ക്രെഡിബിലിറ്റി ഇല്ലെന്നും ന്യൂസ് വാല്യൂവിന് വേണ്ട സംഗതികൾ കുറവാണെന്നും സീനിയർ ഉദ്യോഗസ്ഥ പറയുന്നത്. ആവശ്യമായ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനും ഇല്ലെങ്കിൽ ന്യൂസ് സോഴ്സായ വ്യക്തിയെ കൊണ്ടുവരാനും അവർ ആവശ്യപ്പെട്ടു. അലീഷ നകുലിനെ കണ്ടു. ടിവിക്ക് മുമ്പിൽ വരാൻ ധൈര്യമുണ്ടോ എന്ന് തിരക്കി. നകുലിന് പക്ഷേ ആ ധൈര്യമുണ്ടായിരുന്നില്ല. അതോടെ ഒക്കെ ഇവിടെ വിടുവാണെന്ന് പറഞ്ഞ അലീഷ എഴുന്നേറ്റതും അമറിന്റെ കുറ്റകൃത്യം എത്രമേൽ ഭീകരമാണെന്ന് കാണിക്കുന്ന തരത്തിലുള്ള ഒരു ഓഡിയോ റെക്കോർഡ് നകുൽ അലീഷയെ കേൾപ്പിച്ചു. ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് ക്രൂരമായി പീഡിപ്പിച്ച് അതിന്റെ വീഡിയോ പകർത്തിയെടുത്തിരുന്ന അമർ ആ പെൺകുട്ടിയുടെ സഹോദരനെ വിളിച്ച് 25 ലക്ഷം രൂപ ആവശ്യപ്പെടുന്ന ഓഡിയോ ക്ലിപ്പായിരുന്നു അത്. അമറിന്റെ കൂട്ടത്തിലുള്ളപ്പോൾ നകുൽ റെക്കോർഡ് ചെയ്തെടുത്തതാണ്. 1 സൈഡ് ഓഡിയോ റെക്കോർഡിംഗേ ഉള്ളൂ. മറുവശത്തുള്ള ആളുടെ ശബ്ദമില്ല. അത് കേട്ടതും അലീഷ ആകെ ഷോക്കാവുന്നുണ്ടായിരുന്നു. എത്ര വലിയ ക്രൂരകൃത്യമാണ് ഇത്, പോലീസിൽ തന്നെ റിപ്പോർട്ട് ചെയ്യണം എന്ന് അലീഷ പറഞ്ഞു. നകുലിന് പോലീസുമായി ബന്ധപ്പെടാൻ മടിയുള്ളതുകൊണ്ടായിരുന്നു നകുൽ അതുവരേക്കും പോലീസിൽ പോവാതിരുന്നത്. അലീഷ തന്നെ മുൻകൈയെടുത്ത് CIയുടെ ഓഫീസിലേക്ക് ചെന്നു. അവിടെ ഉണ്ടായിരുന്നത് അലൻ ജേക്കബ് ആയിരുന്നു. അലൻ ജേക്കബിനോട് കാര്യങ്ങൾ വിശദീകരിച്ച് തന്റെ കണ്ടെത്തലുകളടക്കം അലീഷ കൈമാറി. നകുലിനെ പറ്റിയുള്ള ഒരു വിവരവും അലൻ ജേക്കബിന് കിട്ടുന്ന തരത്തിൽ അലീഷ പറഞ്ഞതേയില്ല. അലൻ ജേക്കബ് താനത് ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞു. അലീഷയ്ക്ക് തന്റെ കാർഡും കൊടുത്തു. അന്ന് വൈകിട്ട് വീട്ടിലെത്തി ആ കേസിന്റെ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അലീഷ തീരുമാനിക്കുമ്പോഴായിരുന്നു മറ്റൊരു സീനിയർ ഉദ്യോഗസ്ഥയുടെ കോൾ വരുന്നത്. അലീഷയുടെ സ്റ്റോറി വായിച്ചെന്നും അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെന്നും അതിനുവേണ്ടി ഒരു സ്ലോട്ട് താൻ തയ്യാറാക്കാം, കുറച്ച് ഒറിജിനൽ ഫുട്ടേജുകൾ കൂടി സംഘടിപ്പിക്കാമോ എന്നും അവർ ചോദിക്കുന്നത് അലീഷയ്ക്ക് വലിയ സന്തോഷം തോന്നി. തീർച്ചയായും സംഘടിപ്പിക്കാം എന്ന് അലീഷ പറഞ്ഞു. പിന്നാലെ നകുൽ മുഖേന കിട്ടിയ അമറിന്റെ ഇടം മനസ്സിലാക്കി കോയമ്പത്തൂരിലേക്ക് അലീഷ പുറപ്പെടുകയാണ്. ഒറിജിനൽ ഫുട്ടേജുകൾ അവിടെ നിന്നും പകർത്താൻ. കോയമ്പത്തൂരിലെത്തിയ അലീഷ കൂട്ടുകാരിയുടെ സ്കൂട്ടറും എടുത്ത് സമുദ്ര സിൽക്സിലേക്ക് ചെന്നു. ഒളിച്ചു കടന്ന് ഒരിടത്ത് നിന്ന് വീഡിയോ പകർത്താൻ തുടങ്ങി. അവിടെ ഒരാൾ വന്ന് അമറുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നാലെ നിരാശയോടെ അയാൾ പോകുന്നതും കണ്ടു. അയാൾ പോയതും അമറും അവിടെ നിന്ന് പോന്നിരുന്നു. അലീഷ കാത്തുനിന്നു. പിന്നെയായിരുന്നു അങ്ങോട്ടേക്ക് ഹരൻ കടന്നു ചെല്ലുന്നത്. ഹരൻ അവിടെ തള്ളി തകർക്കാൻ തുടങ്ങി. അമർ വന്നപ്പോൾ അമറിനെ അടിച്ച് ബന്ദിയാക്കി അവിടെ മുഴുവൻ തീയിടുകയും ആ ബിൽഡിംഗ് സ്ഫോടനത്തിനിരയാക്കുകയും ചെയ്തു. അലീഷ ആ സ്ഫോടനത്തിൽ നിന്നും തലനാരിഴയ്ക്കായിരുന്നു പുറത്തു ചാടി രക്ഷപ്പെട്ടത്. ആ സമയം പുറത്തേക്ക് വന്ന ഹരന്റെ മുഖം അവൾ വ്യക്തമായും കണ്ടിരുന്നു. ഫ്ലാഷ് ബാക്ക് അവസാനിച്ച് കഥ പ്രസന്റിലേക്ക് വരുന്നു. സുദർശൻ കാര്യങ്ങളൊക്കെ അലീഷയോടും ഹരനോടും അലനോടും വിശദമായി പറഞ്ഞു കഴിഞ്ഞിരുന്നു. അലൻ അതോടെ ഹരന്റെ കാര്യത്തിൽ കൂടുതൽ സംശയം തോന്നാൻ തുടങ്ങി. കാര്യം അലീഷ പറഞ്ഞപ്പോൾ ആദ്യം വരച്ച മുഖം ഹരന്റെ തന്നെയായിരുന്നല്ലോ. രണ്ടാമത് വരച്ച ചിത്രത്തിൽ അലീഷ പറഞ്ഞ പോലല്ലാതെ ഹരൻ വരച്ചത് അലൻ ശ്രദ്ധിച്ചിരുന്നതാണ്. പക്ഷെ അത് അലീഷ കൺഫ്യൂസ്ഡ് ആയതാണ്, പിന്നീട് മാറ്റി പറഞ്ഞു എന്ന് പറഞ്ഞ ഹരൻ തടിതപ്പുകയായിരുന്നു. പിന്നീട് ഹരൻ വരച്ച ആ ചിത്രം ഇയാളെയാണ് താൻ കണ്ടത് എന്ന മട്ടിൽ അലീഷ ഉറപ്പിച്ചെങ്കിലും ഫേസ് മനസ്സിലാവാത്ത അവളുടെ മൈൻഡ് അവളെ കൺഫ്യൂസ് ചെയ്തതുകൊണ്ടായിരിക്കാം അവൾ അത്തരത്തിൽ അതാണ് പ്രതിയെന്ന് പറഞ്ഞത് എന്നൊക്കെ അലൻ ചിന്തിച്ചെടുത്തു. അങ്ങനാണെങ്കിൽ ഹരൻ തന്നെയായിരിക്കും പ്രതിയെന്ന് അലൻ ഊഹിക്കുന്നുണ്ടായിരുന്നു. അലൻ പിന്നാലെ
പിന്നാലെ തന്റെ കോണ്ടാക്റ്റായ സുപ്രിയയെ വിളിച്ചു തന്റെ സംശയം പറയുകയും ഹരനെ പറ്റിയുള്ള മുഴുവൻ വിവരം എടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നെ വൈകിയില്ല. ഹരന് മുമ്പിലേക്ക് അലൻ ചെന്നു. എന്തിനാണ് നീ അമറിനെ കൊന്നത് എന്ന ചോദ്യം ചോദിച്ചു. ഡിവൈഎസ്പി ദിനേശിനെ വിളിച്ച് നമ്മൾ അന്വേഷിക്കുന്ന പ്രതി ഹരനാണെന്നും ജാദവി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഞങ്ങളുണ്ടെന്നും അങ്ങോട്ടേക്ക് വരാനും ആവശ്യപ്പെട്ടു. വൈകാതെ ദിനേശ് എത്തിയിരുന്നു. ഹരനാണ് പ്രതിയെന്ന് വിശ്വസിക്കാൻ ദിനേശിന് പറ്റുന്നുണ്ടായിരുന്നില്ല. വരച്ച സ്കെച്ചിലും മറ്റൊരാളായിരുന്നല്ലോ. ആ സ്കെച്ച് അലീഷ കൺഫേം ചെയ്തിട്ടുള്ളതുമാണ്. ആ സ്കെച്ച് ഹരൻ തന്നെ വരച്ചത് തങ്ങളെ മിസ്ലീഡ് ചെയ്യാനായിട്ടാണ് എന്ന് അലൻ ജേക്കബ് പറഞ്ഞു. ഹരനാണ് കുറ്റവാളി എന്ന കാര്യം വിശദീകരിക്കാൻ അയാൾ തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് താൻ സറണ്ടർ ചെയ്യാൻ വന്നതാണ് എന്ന് പറഞ്ഞ് ഹരൻ വരച്ച പ്രതിയുടെ അതേ മുഖസാമ്യമുള്ള മറ്റൊരാൾ കടന്നു വന്നിരുന്നു. തന്റെ പേര് അമീർ അലി എന്നാണെന്നും താനാണ് കുറ്റം ചെയ്തത്, സറണ്ടർ ചെയ്യാൻ വന്നതാണ് എന്നും അയാൾ അറിയിച്ചു. അതോടെ ഒരു തരത്തിലും കുറ്റം ചേർത്തപ്പെടാൻ പറ്റാതെ ഹരൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അവിടെ നിന്ന് പുറത്തിറങ്ങിയ ഹരൻ ഒരു തട്ടുകടയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ വഴി പോയ അലൻ ഹരനെ കണ്ട് ഹരന്റെ അടുത്തേക്ക് ചെന്നു. എന്തിനാണ് അമീറിനെ കൊന്നത് എന്ന കാര്യങ്ങൾ അന്വേഷിച്ചു. ഹരനൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. പിന്നാലെ അവിടെ നിന്നും ഒരു ഹാർഡ് ഡിസ്ക് കിട്ടിയിരുന്നോ എന്ന ചോദ്യത്തിലേക്ക് അലന്റെ ചോദ്യം ചെയ്യൽ മാറുകയാണ്. ഹാർഡ് ഡിസ്കിനെ പറ്റിയുള്ള അലന്റെ ചോദ്യങ്ങളും മറ്റും കൂടുതൽ കനത്തപ്പോ അലൻ അന്വേഷിച്ചു വന്നത് അമർ ഫെലിക്സിന്റെ കൊലപാതകമല്ല, മറിച്ച് അമറിന്റെ ഹാർഡ് ഡിസ്ക് ആണ് എന്ന് ഹരൻ മനസ്സിലാക്കി. അപ്പോഴായിരുന്നു ദിനേശിന്റെ ഫോൺ കോൾ അലന് വരുന്നത്. നാളെ SP ഓഫീസിൽ വരണം എന്ന് ദിനേശ് പറഞ്ഞു. ഹരൻ ഹാർഡ് ഡിസ്ക് എടുത്തിട്ടില്ല എന്ന് ഹരനിൽ നിന്നും മനസ്സിലാക്കിയിരുന്ന അലൻ ദിനേശിനടുക്കൽ അമറിന്റെ ബോഡി കിട്ടിയപ്പോൾ കിട്ടിയ വസ്തുക്കൾ അതിലെന്തെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസ് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അമറിന്റെ പാൻ ബെൽറ്റിൽ ഒളിപ്പിച്ച നിലയിൽ ഒരു ഹാർഡ് ഡ്രൈവ് കിട്ടിയിരുന്നു എന്ന് ദിനേശ് പറഞ്ഞു. ആ ഹാർഡ് ഡ്രൈവ് പരിശോധിച്ചാൽ കൃത്യമായ കാര്യങ്ങൾ കിട്ടും എന്നലൻ പറഞ്ഞപ്പോ അതെടുക്കാൻ പറ്റില്ലെന്നും അത് പ്രോപ്പർ ചാനലിലേക്ക് കിട്ടുള്ളൂവെന്നും എവിഡൻസ് റൂമിലാണ് സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്നുമായിരുന്നു ദിനേശിന്റെ മറുപടി. ഇതേസമയം മറുവശത്ത് സുപ്രിയയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അലന് ലഭിക്കുന്നുണ്ടായിരുന്നു. നീരജയുടെ സ്റ്റെപ്പ് ബ്രദറാണ് ഹരൻ എന്ന കാര്യം അലൻ മനസ്സിലാക്കി. അലീഷയെ യഥാർത്ഥ കാര്യങ്ങൾ ധരിപ്പിക്കാൻ കാര്യങ്ങളൊക്കെ ഹരനിൽ നിന്നും മനസ്സിലാക്കിയിരുന്ന സുദർശൻ അവനടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇതേസമയം ദിനേശിന് പല കാര്യങ്ങളിലും സംശയമുണ്ടായിരുന്നു. ബോർഡറിൽ വെച്ച് നടന്ന കേസായതുകൊണ്ട് കേസിന്റെ കാര്യം ഒന്നുകൂടി വെരിഫൈ ചെയ്യാൻ തമിഴ്നാട്ടിലെ SP-യെ ദിനേശ് വിളിക്കുന്നുണ്ട്. SP-യിൽ നിന്ന് ഞെട്ടിക്കുന്ന വിവരമായിരുന്നു ദിനേശിന് ലഭിച്ചത്. അലൻ ഇപ്പോൾ ഒരു പോലീസ് ഓഫീസർ അല്ലെന്നും ഒരു ക്രിമിനലാണെന്നും തങ്ങൾ അവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. മറുവശത്ത് ഹരന്റെ അടുത്തേക്ക് അലീഷ എത്തിച്ചേർന്നിരുന്നു. തന്റെ കഥ ഹരൻ അലീഷയോട് പറഞ്ഞു. സന്തോഷത്തോടെ ഹരനും സഹോദരങ്ങളും ജീവിക്കുകയായിരുന്നു. പക്ഷേ അതിനിടയിലേക്കാണ് അമർ ഫെലിക്സ് കടന്നു വന്നത്. അവരൊക്കെ ബാംഗ്ലൂരിലായിരുന്നു. ബാംഗ്ലൂരിൽ പഠിക്കുകയായിരുന്ന നീരജിയെയും കൂട്ടുകാരി സക്കീനയെയും ഒരു രാത്രിയിൽ അമർ ഫെലിക്സ് തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ചു. ഹരൻ അവന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് കണ്ടെത്തി അവനെ കൊലപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട നീരജ ആശുപത്രിയിലായിരുന്നു. പിന്നീട് നീരജയുടെ റീകവറിക്കും മറ്റുമായിട്ടാണ് അവർ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് കേരളത്തിലേക്ക് വന്നത്. ദേവികയുടെയും നീരജയുടെയും കൂടെ നിന്ന് ഹരൻ അവരെ സപ്പോർട്ട് ചെയ്തു. ദേവികയും ഹരനും ചേർന്ന് നീരജയെ വീണ്ടും പഴയ പോലെ ഉത്സാഹവും ആവേശവും ഒക്കെയുള്ള പെൺകുട്ടിയാക്കി മാറ്റി. അവളുടെ ലൈഫിലെ ആ കറുത്ത ഇൻസിഡന്റിൽ നിന്നും അവളെ രക്ഷപ്പെടുത്തി. ഇതിനിടയിലൊക്കെ ഹരൻ പ്രതികാരത്തിനും മറ്റും തുനിയാൻ നിന്നെങ്കിലും ദേവിക ഹരനെ സമാധാനിപ്പിച്ച് നിയമം ഒക്കെ ചെയ്തോളുമെന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുകയായിരുന്നു. ഒക്കെ നല്ല രീതിയിലായി നടന്ന സമയം. ആ സമയത്താണ് നീരജയ്ക്കൊപ്പം തട്ടിക്കൊണ്ടുപോകപ്പെട്ട നീരജയുടെ കൂട്ടുകാരി സക്കീനയുടെ ബ്രദർ ഹരന്റെ അയൽവാസി അൻസാർ അവനെ കാണാൻ വരുന്നത്. അൻസാറിൽ നിന്നും ഹരൻ കേട്ട വിവരം ഞെട്ടിക്കുന്നതായിരുന്നു. സക്കീനയെയും നീരജയും ഒക്കെ പീഡിപ്പിക്കുന്നത് വീഡിയോ എടുത്തു വെച്ചിരുന്ന അമർ ഫെലിക്സ് സക്കീനയുടെ വീഡിയോ 25 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ ഇന്റർനെറ്റിൽ പ്രചരിപ്പിക്കും എന്ന് പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. എന്ത് ചെയ്യുമെന്നറിയാതെയാണ് അൻസാർ ഹരനെ തിരക്കി അങ്ങോട്ടേക്ക് എത്തിയത്. അമർ ഫെലിക്സ് അൻസാറിനോട് സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പായിരുന്നു മുമ്പ് അമറിന്റെ ഭാഗം മാത്രം റെക്കോർഡ് ചെയ്യപ്പെട്ട നിലയിൽ അലീഷയ്ക്ക് നകുൽ കൈമാറിയത്. ഇനിയും അമർ ഫെലിക്സിനെ വിട്ടുകളയാൻ പറ്റില്ല എന്നതോടെ ഹരൻ തീരുമാനിച്ചു. തന്റെ രഹസ്യ ലോക്കർ തുറന്ന് ആയുധങ്ങൾ അടക്കമെടുത്ത് ഹരൻ തയ്യാറെടുത്തു. അൻസാറിനെയും കൂട്ടി വൈകാതെ അവിടെ നിന്ന് അമർ ഫെലിക്സിന്റെ ഇടം ട്രാക്ക് ചെയ്ത് ഉറപ്പെട്ടു. സമുദ്ര സിൽക്സിലെത്തി അവനെ ബന്ദിയാക്കി തീ കത്തിച്ചു കൊന്ന് അവിടെ നിന്ന് പുറത്തിറങ്ങി. ആ സമയം ഇതൊക്കെ കണ്ടുകൊണ്ട് അൻസാർ ഹരന്റെ ജീപ്പിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സംഭവത്തെപ്പറ്റി വിവരമറിഞ്ഞ് അധികം വൈകാതെ അൻസാറിന്റെ വാപ്പയായ അമീർ അലി ഹരനെ കാണാൻ ചെന്നു. ഇതിന്റെ പിന്നിൽ ആരെങ്കിലും വരികയോ കേസോ മറ്റോ സംഭവിക്കുകയോ ചെയ്താൽ അത് തന്റെ മകന്റെ തലയിൽ വരരുതെന്നും എന്താണെങ്കിലും കേസ് താനേറ്റോളാം എന്നും അയാൾ ഹരനോട് പറഞ്ഞു. അങ്ങനായിരുന്നു പ്രതിസന്ധി ഘട്ടത്തിൽ അമീർ അലി ഹരന്റെ കുറ്റം ഏറ്റെടുക്കാനെത്തിയത്. അത്തരത്തിൽ ശക്തമായ തെളിവുകളൊന്നുമില്ലാതെ അമീർ അലി കുറ്റമേറ്റാൽ നിഷ്പ്രയാസം ഇറങ്ങിപ്പോരാൻ പറ്റും എന്ന് ഹരൻ ഉറപ്പുണ്ടായിരുന്നു. ആരെങ്കിലും ഇതിന്റെ വാല് പിടിച്ചു വരും എന്നെനിക്കറിയാമായിരുന്നു. പക്ഷെ വന്നത് അലൻ ജേക്കബാണ് എന്നും ഹരൻ പറയുന്നുണ്ട്. ആ സമയം
സമയം അലൻ ജേക്കബ് SP ഓഫീസിലേക്ക് പോവാൻ ശ്രമിച്ചിരുന്നെന്നും വണ്ടി ഉപേക്ഷിച്ച് അവിടെ നിന്ന് കടന്നു കളഞ്ഞു എന്ന വിവരവും ദിനേശ് വഴി ഹരൻ മനസ്സിലാക്കി. അലൻ എന്തിനാണ് ഹാർഡ് ഡിസ്ക് അന്വേഷിക്കുന്നതെന്നും അതിനുള്ളിൽ എന്താണെന്ന് അറിയണമെന്നും ഹരൻ ദിനേശിനോട് ആവശ്യപ്പെട്ടെങ്കിലും ആദ്യം ഹരനോട് കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നോട് പറയാനും അതിനുശേഷം ഹാർഡ് ഡിസ്ക് പരിശോധിക്കുന്ന കാര്യം ആലോചിക്കാം എന്നുമായിരുന്നു ദിനേശ് പറഞ്ഞത്. അലനാണെങ്കിൽ ആർക്കും അറിയാത്ത വിധം എങ്ങോട്ടേക്കോ ഡിസപ്പിയർ ആയി കഴിഞ്ഞിരുന്നു. പക്ഷേ അലീഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ കൂടിയും ആ ഹാർഡ് ഡ്രൈവിനുള്ളിൽ എന്താണെന്ന് അറിയണം എന്ന് ഹരൻ പറഞ്ഞപ്പോ ദിനേശ് അതിന് സമ്മതിക്കുകയാണ്. എൻക്രിപ്റ്റഡ് ആയ ആ ഹാർഡ് ഡിസ്ക് തുറക്കുവാൻ ഒരു ഹാക്കറായ നകുലിന്റെ സഹായം തേടാം എന്നും ഹരൻ ചിന്തിച്ചിരുന്നു. അലീഷയോട് ചോദിച്ച് ആ കാര്യം ഹരൻ ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഒടുവിൽ ദിനേശൻ ഹാർഡ് ഡിസ്ക് കൈക്കലാക്കി. പറഞ്ഞ പോലെ 1 മണിക്കൂർ നേരമേ ഹാർഡ് ഡിസ്ക് കിട്ടൂ. അതിനുള്ളിൽ നകുലിന് അത് തുറന്നു നോക്കണം. നകുൽ പുറപ്പെട്ടിരുന്നു. അലീഷയും ഹരനും ദിനേശ് പറഞ്ഞ് പോർട്ട് ഭാഗത്തേക്ക് പുറപ്പെട്ടു. ദിനേശ് അവിടെ എത്തിച്ചേരും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ പോകുന്ന വഴിയിൽ ഹരന്റെയും അലീഷയുടെയും എതിരെ അലൻ വരികയാണ്. തന്റെ വണ്ടി ഉപയോഗിച്ച് ഹരന്റെയും അലീഷയുടെയും വണ്ടിയെ ആക്രമിക്കാനും അപകടപ്പെടുത്തുവാനും അലൻ ശ്രമിച്ചു. അതോടെ ഒരു ചേസിംഗ് നടന്നു. പക്ഷേ മികച്ച രീതിയിൽ ഹരൻ ഡ്രൈവ് ചെയ്ത് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നുണ്ട്. അലന്റെ ശ്രദ്ധയിൽ നിന്ന് വണ്ടി കുറച്ചു നേരം മാറ്റിയ ഹരൻ അലീഷയെ സുരക്ഷിതമായ ഒരു ഭാഗത്തിറക്കി. നിശ്ചിത സമയത്തിനുള്ളിൽ തനിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ ദിനേശിനെ വിളിച്ച് കാര്യം പറയാനും അലീഷയോട് പറഞ്ഞു. വീണ്ടും അലന്റെ മുമ്പിലേക്ക് ഹരൻ ചെന്നു. ചേസിംഗ് തുടർന്നു. ഒരു ഘട്ടത്തിൽ അലന്റെ കാറ് വിദഗ്ധമായി ഹരൻ അപകടത്തിൽപ്പെടുത്തി. കുറച്ചു സമയം പിന്നിട്ടതും അലീഷ നിന്നിടത്തേക്ക് ഹരന്റെ കാറ് വന്നു. കാറിനുള്ളിൽ പരിക്കേറ്റ രീതിയിൽ ഹരൻ ഉണ്ടായിരുന്നു. അലീഷയോട് കാർ ഓടിക്കാൻ ഹരൻ പറഞ്ഞു. അവർ അങ്ങനെ പോർട്ടിലേക്കും എത്തി. പോർട്ടിലെത്തിയതും ദിനേശ് അവിടെ വണ്ടിയുമായി നിൽക്കുന്നുണ്ടായിരുന്നു. ഹാർഡ് ഡിസ്ക് വണ്ടിക്കകത്തുണ്ട്. വണ്ടിയിൽ നിന്നും തോക്കെടുത്ത് ഹരൻ ഇറങ്ങി. ദിനേശിനടുത്തെത്തി തോക്ക് ചൂണ്ടി ഹാർഡ് ഡിസ്ക് തരാൻ പറഞ്ഞു. ഇതൊക്കെ കണ്ട് എന്താ നടക്കുന്നതെന്ന് അലീഷയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അലീഷ നോക്കി നിൽക്കെ ഹരൻ ദിനേശിനെ വെടിവെച്ചു കൊന്നു. പിന്നാലെ ജീപ്പിൽ നിന്നും ഹാർഡ് ഡ്രൈവ് എടുത്തു. ശേഷം തിരികെ വന്ന് അലീഷയ്ക്ക് നേരെ തോക്ക് ചൂണ്ടി. പക്ഷേ അലീഷയെ ഹരൻ കൊന്നില്ല. അലീഷയോട് പൊക്കോളാൻ പറഞ്ഞു. വല്ലാത്തൊരു ഭാവത്തിൽ ഹരൻ ചിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. 2 ദിവസം ഭയന്ന് അലീഷ ഒന്നും ആരോടും പറയാതെ ഒളിച്ചിരുന്നിരുന്നു. പിന്നീട് സുദർശനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഹരൻ എന്തിനങ്ങനെ ചെയ്തു എന്ന് അലീഷ സംശയിച്ചു നിൽക്കെ ഭയപ്പെട്ട് നിൽക്കെ അങ്ങോട്ടേക്ക് നകുൽ വന്നു. നകുൽ കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ അലീഷയോട് വിശദീകരിച്ചു. അന്ന് അലീഷയ്ക്കൊപ്പമുണ്ടായിരുന്നത് ഹരൻ ആയിരുന്നില്ല, മറിച്ച് അലനായിരുന്നു. ഹരനെ ഞാൻ കണ്ടതാണല്ലോ എന്ന് അലീഷ പറഞ്ഞപ്പോൾ അലീഷയുടെ ബ്രെയിൻ അലീഷയെ കൺഫ്യൂസ് ചെയ്യിച്ചതാണ് എന്ന കാര്യം സുദർശൻ വ്യക്തമാക്കി. അത്രനേരം അലീഷയെ ഭയപ്പെടുത്താതിരിക്കാൻ വണ്ടിയിലിരിക്കുകയായിരുന്ന ഹരൻ അപ്പോൾ പുറത്തേക്കിറങ്ങി വന്നു. പിന്നാലെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവുകയാണ്. അലന്റെ വണ്ടി അപകടത്തിൽപ്പെട്ട ശേഷം അലൻ വണ്ടിയിൽ നിന്ന് പുറത്തു ചാടിയിരുന്നു. അത് നോക്കാൻ തിരികെ വന്ന ഹരൻ അലന്റെ അടുത്തേക്ക് ചെന്നതും തോക്കുണ്ടായിരുന്ന അലൻ ഹരന്റെ ഷോൾഡറിൽ വെടിവെച്ച് വീഴ്ത്തി. താഴെ വീണ ഹരന്റെ ജാക്കറ്റ് ഊരി ധരിച്ച് ഹരന്റെ കാറും എടുത്ത് അലീഷയ്ക്കടുത്തേക്ക് അലൻ ചെല്ലുകയായിരുന്നു. അങ്ങനെ ചെന്നാൽ ഫേസ് ബ്ലൈൻഡ്നെസ് ഉള്ള അലീഷ ഹരന്റെ കാറും വസ്ത്രവും ഒക്കെ കണ്ട് അത് ഹരനാണെന്ന് തെറ്റിദ്ധരിക്കൂ എന്ന് അലൻ അറിയാമായിരുന്നു. അങ്ങനെ ഹരനാണ് ദിനേശിനെ കൊന്നത് എന്ന തരത്തിലൊരു തെളിവുണ്ടാക്കുകയായിരുന്നു അലന്റെ പ്രധാന ഉദ്ദേശം. അതുകൊണ്ടാണ് അലീഷയെ അയാൾ വെറുതെ വിട്ടതും. അതിനോടകം അലനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഹരൻ മനസ്സിലാക്കിയിരുന്നു. അലൻ യഥാർത്ഥത്തിൽ ഒരു വിറ്റ്നസ് പ്രൊട്ടക്ഷൻ ഓഫീസർ ആയിരുന്നു. 2018 സുപ്രീം കോടതി വിറ്റ്നസ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാം ഇനിഷ്യേറ്റ് ചെയ്തു. കോൺട്രവേഴ്ഷ്യൽ കേസുകളിൽ വിറ്റ്നസുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ അവരുടെ ഐഡന്റിറ്റിയൊക്കെ മാറ്റി സുരക്ഷിതമായി മറ്റൊരിടത്ത് പാർപ്പിക്കാൻ ചുമതലപ്പെടുത്തിയ ഒരു വിഭാഗമായിരുന്നു വിറ്റ്നസ് പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സ്. അതിൽ ഒരാളായിരുന്നു അലൻ ജേക്കബ്. പക്ഷേ അലൻ ജേക്കബ് ആ അവസരത്തെ പണമുണ്ടാക്കാനുള്ള വഴിയായി കണ്ടു. കേസിലെ പ്രതികളായ വ്യക്തികൾക്ക് വിറ്റ്നസ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാമിലുള്ള പ്രതികൾ എവിടാണ് താമസിക്കുന്നത്, അവരുടെ ഐഡന്റിറ്റി എന്താണ് എന്നതൊക്കെ പണത്തിനു വേണ്ടി ഷെയർ ചെയ്തു കൊടുത്തു. സുപ്രിയ എന്നൊരു ലേഡിയായിരുന്നു അലന്റെ ഈ ബിസിനസ്സിൽ പങ്കാളിയായി കൂടെ കൂടിയിരുന്നത്. അലൻ അത്തരത്തിൽ വിവരങ്ങൾ വിറ്റ കൂട്ടത്തിൽ ബിസിനസ് മാഗ്നറ്റായ ചിന്നപ്പ എന്ന വ്യക്തിയും ഉണ്ടായിരുന്നു. ചിന്നപ്പയ്ക്കെതിരെ വലിയൊരു അലിഗേഷൻ വാർത്ത കൊടുത്ത ഒരു ജേർണലിസ്റ്റിനെ അയാൾ കൊലപ്പെടുത്തിയിരുന്നു. കൊല്ലപ്പെട്ട ജേർണലിസ്റ്റിന്റെ ഭാര്യ ചിത്രമാൾ അയാൾക്കെതിരെ സാക്ഷി പറഞ്ഞു. ഏറെ വിവാദമുള്ള കേസിൽ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാമിൽ ചിത്രമാൾ ഉൾപ്പെട്ടു. പക്ഷേ ചിത്രമാളിന്റെ വിവരങ്ങൾ അലൻ ചിന്നപ്പയ്ക്ക് കൈമാറി. ചിത്രമാൾ ആക്രമിക്കപ്പെട്ടെങ്കിലും ഭാഗ്യവശാൽ രക്ഷപ്പെട്ടു. ചിത്രമാളിന്റെ ഐഡന്റിറ്റി ചോർന്ന വിഷയം കുറച്ച് പ്രശ്നമായതോടെ അലനെ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാമിൽ നിന്ന് മാറ്റി ബാംഗ്ലൂർ മെട്രോ ക്രൈംസിന്റെ ഡെസ്കിലിരുത്തി. അങ്ങോട്ടേക്കായിരുന്നു അലീഷ കേസുമായി ചെന്നത്. ചിത്രമാളിന് മറ്റൊരു വിറ്റ്നസ് പ്രൊട്ടക്ഷൻ ഓഫീസറെ അസൈൻ ചെയ്തു കൊടുക്കപ്പെട്ടു. പക്ഷേ അലന്
അലന് ചിന്നപ്പയിൽ നിന്ന് ഭീഷണി വന്നു. ചിത്രമാളിന്റെ മൊഴിയിൽ താൻ കുടുങ്ങിയാൽ അലനെയും പെടുത്തുമെന്നും അലന്റെ ബിസിനസ് എല്ലാം ഇല്ലാതാക്കും എന്നും പറഞ്ഞുള്ള ഭീഷണിയായിരുന്നു അത്. അന്നു മുതലാണ് അലൻ ചിത്രമാളിനെ വകവരുത്താൻ പദ്ധതികൾ പ്ലാൻ ചെയ്യാൻ ആരംഭിച്ചത്. തന്റെ പഴയ കോണ്ടാക്ട് വെച്ച് ചിത്രമാൾ കൊച്ചിയിലാണ് താമസിക്കുന്നത് എന്നലൻ മനസ്സിലാക്കി. പക്ഷേ എക്സാക്ട് ലൊക്കേഷൻ അലന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. വിറ്റ്നസ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാം വഴി കോടതിയിൽ ഹാജരാക്കാൻ ചിത്രമാളിനെ കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകുന്നത് നാഷണൽ എയർവേസിൽ ഏതെങ്കിലും ആയിരിക്കും. വിചാരണ നടക്കുന്ന ദിവസം ഒരേ ഒരു ഫ്ലൈറ്റേ ഉള്ളൂ. അലൻ പ്ലാൻ ചെയ്തത് ആ ഫ്ലൈറ്റിൽ വെച്ച് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഇറങ്ങിക്കഴിയുമ്പോൾ ചിത്രമാളിനെ വകവരുത്താൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അങ്ങനെ അലൻ കൊലപ്പെടുത്തിയാൽ അലൻ കുടുങ്ങില്ലേ? തന്റെ സംശയം ആഷ്ലിൻ ചോദിച്ചു. ഹരൻ മറുപടി പറഞ്ഞു. അവിടാണ് അലൻ എന്ന ക്രിമിനൽ ചിന്തിച്ചത്. അമർ ഫെലിക്സ് എന്ന വ്യക്തിയെ അലൻ തന്റെ ആളായിട്ടെടുത്തു. റാൻഡം സ്ട്രേഞ്ചേഴ്സിനെ വെച്ച് ചിത്രമാളിനെ വകവരുത്താനായിരുന്നു അലന്റെ പദ്ധതി. എയർപോർട്ടുമായി ബന്ധപ്പെട്ട് 2 ആളുകളുടെ ബന്ധുക്കളെ അമർ ഫെലിക്സിനെ ഉപയോഗിച്ച് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ അലൻ പകർത്തിയെടുത്തു. അമർ ഫെലിക്സിനെ തന്നെ വെച്ച് ആ ദൃശ്യങ്ങൾ വെച്ച് അവരെ ഭീഷണിപ്പെടുത്തി അവരെ കൊണ്ട് ചിത്രമാളിനെ വകവരുത്തിക്കാനായിരുന്നു അലൻ പദ്ധതിയിട്ടത്. അതിൽ ഒരാളായിരുന്നു നീരജയ്ക്കൊപ്പം അമർ തട്ടിക്കൊണ്ടുപോയ സക്കീന. സക്കീനയുടെ സഹോദരൻ അൻസാർ ബാംഗ്ലൂർ എയർപോർട്ടിലെ ഗ്രൗണ്ട് സ്റ്റാഫ് ആയിരുന്നു. പക്ഷേ അലൻ അമർ ഫെലിക്സിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. വീഡിയോയുമായി മാസങ്ങൾ കാത്തിരുന്ന അമർ ഫെലിക്സ് ഒടുവിൽ അതുപയോഗിച്ച് പണം കണ്ടെത്താൻ സഹോദരങ്ങളോടും മറ്റും വിലപേശാൻ തുടങ്ങി. അതിന്റെ തുടർച്ചയായിട്ടായിരുന്നു ബാക്കി സംഭവങ്ങളൊക്കെ നടന്നത്. അതുകൊണ്ടാണ് ഇത് മുഴുവൻ ഇപ്പോൾ വെളിച്ചത്തു വന്നതും. ഇതേസമയം മറുവശത്ത് അലനാകട്ടെ തന്റെ അടുത്ത ടാർഗറ്റിനെ കണ്ടെത്തി ഹാർഡ് ഡിസ്കിൽ നിന്നെടുത്ത വീഡിയോ ഉപയോഗിച്ച് അയാളെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. മകളുടെ വീഡിയോ ഇന്റർനെറ്റിലും മറ്റും പുറത്തു വരണ്ടെങ്കിൽ താൻ പറയുന്ന പോലെ പ്രവർത്തിക്കണം എന്നലൻ അയാളെ ധരിപ്പിച്ചു. ഭയന്ന അയാളും അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസമാണ് ചിത്രമാളിനെ കൊണ്ടുപോകുന്ന ഫ്ലൈറ്റ് ഉള്ളത്. അതിൽ വെച്ച് അലൻ ആരെയെങ്കിലും ഉപയോഗിച്ച് ചിത്രമാളിനെ വകവരുത്തും എന്ന് ഹരൻ മനസ്സിലാക്കിയിരുന്നു. ഒക്കത്തിനും തടയിടാൻ ഹരൻ ഇറങ്ങി പുറപ്പെട്ടു. പക്ഷേ മറുവശത്ത് ഹരന്റെ വീട്ടിലേക്ക് അലൻ വന്നെത്തുകയായിരുന്നു. തോക്കു ചൂണ്ടി ഹരന്റെ സഹോദരങ്ങളെ അലൻ ബന്ദിയാക്കി നിർത്തി. പക്ഷേ നീരജ ഭയപ്പെടുന്നുണ്ടായിരുന്നില്ല. തങ്ങളുടെ സഹോദരൻ ആരാണെന്നറിയാമോ എന്ന തരത്തിൽ അവൾ അലനോട് തട്ടിക്കയറി ചോദിച്ചു. തനിക്കറിയാമെന്നായിരുന്നു അലന്റെ മറുപടി. അതുകൊണ്ടാണ് താൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നും അലൻ വ്യക്തമാക്കി. യാഥാർത്ഥ്യത്തിൽ ഹരൻ ഒരു കോമൺ മാൻ ആയിരുന്നില്ല. സുപ്രിയയുടെ പരിശോധനയിൽ ഹരൻ ഒരു സ്കൈ മാർഷലാണ് എന്ന വിവരം വെളിപ്പെട്ട് അലന് വന്നെത്തി കിട്ടിയിരുന്നു. സ്കൈ മാർഷൽ എന്ന് പറയുന്നത് സ്പെഷ്യൽ ട്രെയിനിങ്ങുകളടക്കം കിട്ടിയിരിക്കുന്ന സ്പെഷ്യൽ ഫോഴ്സസ് ഓഫീസറാണ്. വിമാനങ്ങളിൽ ആക്രമണമോ മറ്റോ നടന്നാൽ അത് തടയുവാൻ വേണ്ടി സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടിയ വിമാനത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എയർപോർട്ടിന്റെ എല്ലാ ഭാഗത്തേക്കും ആക്സസ് ഉള്ള സ്പെഷ്യൽ ഫോഴ്സസ് ഓഫീസർ. തന്റെ ആ സ്കില്ലുകളും ട്രാക്കിംഗ് കഴിവും ഒക്കെ ഉപയോഗിച്ചായിരുന്നു അമർ ഫെലിക്സിനെ അടക്കം വേഗത്തിൽ ഹരൻ കണ്ടെത്തിയതും കൊലപ്പെടുത്തിയതും. ഹരൻ എയർപോർട്ടിലെത്തി ചിത്രമാളിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള നടപടികളിലേക്ക് കടന്നു. ഹരനെ സഹായിക്കാൻ അലീഷയും നകുലുമുണ്ടായിരുന്നു. അന്ന് അമർ ഫെലിക്സ് കൊല്ലപ്പെടുന്നതിന് മുമ്പ് അമർ ഫെലിക്സിനെ കാണുവാൻ വന്നിരുന്ന വ്യക്തി, ആ വ്യക്തിയെ അലീഷ കണ്ടിരുന്നു. പാസഞ്ചർ ലിസ്റ്റിൽ നിന്നും ആ വ്യക്തിയെ കണ്ടെടുക്കാൻ അലീഷയ്ക്ക് കഴിഞ്ഞാൽ അയാളെ പിടികൂടി ചിത്രമാളിനെ രക്ഷപ്പെടുത്താം എന്നതായിരുന്നു ഹരന്റെ ആദ്യ പദ്ധതി. പക്ഷേ ഏറെ സമയമെടുത്തിട്ടും അലീഷയ്ക്ക് അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നാലെ നകുലിന്റെ സഹായത്തോടെ അലനൊരു കാര്യം മനസ്സിലാക്കി. വിറ്റ്നസ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാമിൽ ഉൾപ്പെട്ട അലൻ വിവരങ്ങൾ വെറ്റിരുന്ന 7 ആളുകൾ കൂടി അതേ ഫ്ലൈറ്റിലുണ്ടെന്ന്. അതോടെ മൊത്തത്തിൽ ഫ്ലൈറ്റ് തകർക്കാനായിരിക്കുമോ അലൻ പദ്ധതിയിടുന്നത് എന്ന സംശയം ഹരന് തോന്നുകയാണ്. മറുവശത്ത് ഹരന്റെ സഹോദരി ദേവികയെ ഉപയോഗിച്ച് മുഖം ശസ്ത്രക്രിയക്ക് വിധേയമാകുന്ന ഒരു വ്യക്തിയെ ആംബുലൻസിൽ ട്രാൻസ്ഫർ ചെയ്യിക്കുന്നു എന്ന തരത്തിൽ ആശുപത്രി മുഖേന മറ്റൊരിടത്തേക്ക് കടക്കാനായിരുന്നു ഹരന്റെ പദ്ധതി. നീരജയുടെ വീഡിയോ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി ദേവികയെ കൊണ്ട് അലൻ അത് ചെയ്യിപ്പിച്ചെടുത്തു. ഇതേസമയം മറുവശത്ത് ഹരനാണെങ്കിൽ ഒരു പ്രധാന കാര്യം കണ്ടെത്തിയിരുന്നു. അലൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തി ബാംഗ്ലൂർ എയർപോർട്ടിലെ എയർ ട്രാഫിക് കൺട്രോൾ ഓഫീസറാണെന്ന്. അയാൾ അലന്റെ നിർദ്ദേശപ്രകാരം അവരുള്ള വിമാനം ലാൻഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് അപകടത്തിൽപ്പെടുത്താനുള്ള നീക്കത്തിലായിരുന്നു. പക്ഷേ കാര്യം മനസ്സിലാക്കിയ ഹരൻ ക്യാപ്റ്റന്റെ അടുത്ത് ചെന്ന് വിമാനത്തിന്റെ ട്രാൻസ്പോണ്ടർ ഓഫ് ചെയ്തു. അതായത് വിമാനത്തിന്റെ സിഗ്നലുകൾ എയർ ട്രാഫിക് കൺട്രോളറിലേക്ക് കൈമാറുന്ന ആ ഒരു സെറ്റപ്പ്. അതോടെ വിമാനം തകർക്കാനിരുന്ന അലന്റെ വാക്കുകൾ അനുസരിച്ചുകൊണ്ടിരുന്ന വ്യക്തിക്ക് അതിന് സാധിക്കാതെ വന്നു. അപ്പോഴേക്കും ഹരനിൽ നിന്ന് നിർദ്ദേശം കിട്ടിയിരുന്ന അവിടുത്തെ ഓഫീസേഴ്സ് അദ്ദേഹത്തെ വന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നാലെ ബാക്കി കാര്യങ്ങളൊക്കെ പരിഹരിച്ച് സുരക്ഷിതമായി വിമാനം ലാൻഡ് ചെയ്തു. ഇതേസമയം മറുവശത്ത് ദേവികയുടെ സഹായത്തോടെ ആംബുലൻസിൽ അലൻ രക്ഷപ്പെട്ടിരുന്നു. പക്ഷേ പോകുന്നതിന് മുമ്പ് ദേവിക MRI റൂമിന്റെ വാതിൽ തുറന്നു. ഇതിനിടയിൽ ഒരു കാര്യം കൂടി വ്യക്തമാകുന്നുണ്ട്. ഹൈ റേഡിയേഷൻ വന്നാൽ ഹാർഡ് ഡിസ്കിലെ ഡാറ്റകൾ നശിച്ചു പോകും. MRI റൂമിന്റെ ഡോർ തുറന്നപ്പോൾ അതിലെ റേഡിയേഷൻ കാരണം ഹാർഡ് ഡിസ്കിലെ ഡാറ്റ മുഴുവൻ തകരാറ് സംഭവിച്ചിരുന്നു. കുറച്ച് ആഴ്ചകൾക്ക് ശേഷം സുപ്രിയയുടെ സഹായത്തോടെ ഒരു ഫേക്ക് ഐഡന്റിറ്റിയിൽ അലൻ ഒരു പ്രൈവറ്റ് ജെറ്റിൽ നാടുവിടാൻ ഒരുങ്ങുകയായിരുന്നു. പക്ഷേ
അതേ പ്രൈവറ്റ് ജെറ്റിൽ സ്കൈ മാർഷൽ ഓഫീസറായി ഹരൻ എത്തിച്ചേർന്നിരുന്നു. പിന്നെ പറയണ്ടല്ലോ, അവിടെ കനത്തൊരു ഫൈറ്റ് തന്നെ നടന്നു. ഫൈറ്റിനൊടുവിൽ ഹരൻ അലനെ വകവരുത്തി. അലന്റെ മരണത്തിൽ ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.